ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോൾ എന്താ കണ്ടാ കപ്പൽ പോലെ കിടക്കുന്നൊരു ബോട്ട്. ഈ ബോട്ടിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബോട്ടിലെ ഫിഷിംഗ് മേഖലയിൽ പണിയെടുക്കാൻ പോകുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇന്ന് ഈ ബോട്ടിനകത്ത് പണിക്കാരായിട്ട് പോവുകയാണ്. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ പണിക്ക് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് വിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഴീക്ക് മുട്ട് വിട്ട് പൂർണ്ണമായിട്ട് ഇപ്പം കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. കടലിൽ കയറി കഴിഞ്ഞും ബോട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ശരിക്കും വന്നിരിക്കുന്നത് രാത്രിയിലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 3-4 ദിവസത്തെ പണി ഉദ്ദേശിച്ചിട്ടാണ് കടലിലോട്ട് വന്നിരിക്കുന്നത്. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇനി കരയ്ക്കോട്ട് പോകുള്ളൂ. അത് മാത്രമല്ല, വള്ളക്കാർ പോകുന്ന പോലെയല്ല, ആഴക്കടലിലാണ് നമ്മൾ വന്നത്. നമുക്ക് ആദ്യത്തെ വലയിൽ കിട്ടിയ കുറച്ച് മീനുകളും കാര്യങ്ങളാണ്. അത് തിരിഞ്ഞ് മാറ്റുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ വല ഇടുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഞാനും ഇതിലെ തൊഴിലാളിയാണ്. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യവും അവിടെ ജോലി ചെയ്യേണ്ട കാരണം വല ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കുറേ വീഡിയോകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നെന്മീൻ, ഐക്കൂറ നെന്മീൻ എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആദ്യത്തെ വലയ്ക്ക് നമുക്ക് ചരക്ക് കിട്ടിയിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്ന രാവിലത്തെ വലയുടെ ചരക്കാണ് നമ്മൾ കാണുന്നത്. ആ ചരക്കെല്ലാം തിരിഞ്ഞ് വെച്ചിട്ട് അങ്ങനെയുള്ള ഐസ് ചെയ്യണം. ബോട്ടിൻ്റെ അകത്ത് തന്നെ സ്റ്റോറുണ്ട്, നമ്മൾ ഐസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഐസ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാവരും ഫ്രഷാകുന്നതൊക്കെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 5 ദിവസത്തെ പണി കണക്കാക്കിയായിട്ട് വന്നിരിക്കുന്നത്. നമുക്കിവിടെ മൊബൈൽ റേഞ്ച് പോലും കിട്ടാത്ത അത്രയ്ക്കും ഉൾക്കടലിലാണ് നമ്മളിപ്പോൾ ഈ ബോട്ടോട്ട് വന്നിരിക്കുന്നത്. 5 ദിവസവും നമ്മുടെ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിതവും കൂടെയാണ് ഈ ബോട്ട് കാണിക്കുന്നത്. 5 ദിവസവും ഈ ബോട്ടിലെ ജീവിതമാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടത്തെയും മീൻപിടുത്തവും കൂടെ. നമ്മളിവിടെ ഇപ്പോൾ ആങ്കർ ചെയ്ത് കിടക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വെളുപ്പിന് വല കോരിയിട്ട് പണിയില്ലാത്ത കാരണം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത വല കോരാനുള്ള വലയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ. നമ്മുടെ ബോട്ടിലെ കിച്ചണാണിത്, അടുക്കളയാണ് കാണുന്നത്. അവിടെ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കി കറിക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. ഫ്രീ ടൈമിൽ ഈ ബോട്ടിലെ തൊഴിലാളികൾക്ക് നേരം പോക്കാൻ വേണ്ടി ചീട്ട് കളിക്കുന്നവർ ചീട്ട് കളിക്കും. മൊബൈലിൽ വല്ല സിനിമ ഡൗൺലോഡ് കൊണ്ടുവന്ന് കാണുന്നവർ അങ്ങനെയും കാണാം. TV ഉണ്ട്, 2 തട്ടായിട്ട് തിരിച്ചു നിൽക്കുന്നുണ്ട്. താഴെ മേളിലുമായിട്ട് നമുക്ക് 10-11 പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. അവിടെ ചീട്ടുകളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ പോലും ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും വേണ്ടതുപോലെ 2 പേര് മാറി ചെയ്യുന്നുണ്ട്. അതതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. എല്ലാവരും കൂടെ മാറിയും തിരിഞ്ഞും തന്നെ എല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഇന്നാൾക്ക് ഇന്ന ജോലി അങ്ങനെയില്ല. എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്യുന്നത്. പിന്നെ ബോട്ടിൻ്റെ ഒരു ഇതിൽ വെച്ച് സ്രാങ്ക്, ഡ്രൈവർ, ഡെക്ക് ഹാൻഡ് അങ്ങനെ 3ആയിട്ടാണ് ജോലിക്കാരെ ഡിവൈഡ് ചെയ്യുന്നത്.
നെന്മീൻ കറി നല്ല ഫ്രഷ് മീനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ചോര പോലും പോകാത്ത രീതിയിൽ സമയത്താണ് നമ്മൾ വെട്ടി കറി വയ്ക്കുന്നത്. ഐസ് ചെയ്യാത്ത മീൻ, അതിനുള്ള ഭാഗ്യം എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. നമ്മൾ എത്ര പേരുണ്ടോ അവർക്കെല്ലാവർക്കും ഒരുപോലെ തന്നെ പ്ലേറ്റിൽ ചോറിട്ട് വെച്ച് ഒരാൾ കറി അതെല്ലാം കൃത്യമായി വിളമ്പി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളവർക്ക് കറിയോ ചോറ് കൂടുതൽ വേണമെങ്കിൽ വന്നെടുത്ത് കഴിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബോട്ട് ആങ്കർ ചെയ്ത് കിടക്കാന്ന്, ആങ്കർ പൊക്കി അടുത്ത പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ വയർലെസ് വഴി സാങ്കിനി എവിടെ പണിയുണ്ടെന്ന് വല്ല അറിഞ്ഞിട്ട് അപ്പോൾ ആ സ്പോട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. ആങ്കർ എടുക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് കിടന്ന് വല വലിച്ചെടുക്കുന്ന ഒരു ബോട്ടിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. നമുക്ക് നേരത്തെ കിട്ടിയ ചരക്ക് എന്ന് പറയുമ്പോൾ ചരക്കെല്ലാം സ്റ്റോറിലോട്ട് ഐസ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളോടാണ് കാണുന്നത്. ഐസ് ചെയ്ത് വെക്കും, ഐസ് ചെയ്യാൻ വേണ്ടി പൊക്കി സ്റ്റോറിലോട്ട് കൊടുക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. ഈ ഐസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക രീതിയുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഈ മീൻ ചീത്തയാകാതെ തന്നെ കരയ്ക്ക് എത്തിക്കേണ്ട രീതിയിൽ തന്നെ ഐസ് ചെയ്യത്തുള്ളൂ. അത് ഓരോ മീനിൻ്റെ രീതി അനുസരിച്ച് ഐസ് ചെയ്ത് വെക്കും. ഇപ്പോൾ ബോക്സ് വെക്കേണ്ട മീൻ ബോക്സിൽ തന്നെ വെക്കും, അല്ലാതെ കള്ളിയിൽ ഇടേണ്ട മീൻ കള്ളിയിൽ തന്നെ ഇടും. കണവയും മറ്റുള്ള മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കള്ളി വെച്ചിട്ടുണ്ട്. ഇത് ബോക്സ് വെക്കാനേ പറ്റുള്ളൂ, നെന്മീൻ. അങ്ങനെ ബോക്സ് നീളത്തിൽ മീൻ ഒരു ഉടവും തട്ടാത്ത രീതിയിൽ തന്നെ ഐസ് ചെയ്ത് വൃത്തിയാക്കി വെക്കും. നമുക്കൊരു കുട്ടി സ്രാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്രാവ്. അപ്പോൾ അതിനെ എടുത്ത് കാണിക്കുന്നുണ്ട് ചേട്ടൻ, വലിയ സന്തോഷമായിട്ട് കാണിക്കുന്നു. അത് വിൽക്കത്തൊന്നുമില്ല, ഞങ്ങൾ കറക്കി കൊണ്ടുപോകത്തുള്ളൂ. ഇത് ഉടുപ്പൂരി എന്ന് പറയും. മറ്റുള്ളവർക്ക് ഇതിൻ്റെ പേരെന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ഉടുപ്പൂരി മീനെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് മീൻ കിട്ടിയായിരുന്നു. ബോട്ടിലെ കംപ്ലീറ്റ് പണി എന്ന് പറയുമ്പോൾ വലയിടുന്നു, വല വലിക്കുന്നു, അങ്ങനെയുള്ള കുറേ വീഡിയോകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ ജോലിക്കാരായിട്ട് നിൽക്കുന്നതുകൊണ്ട്
അല്ലാതെ പോയി ഒരു ദിവസം ഒരു വീഡിയോ എടുക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. നാലഞ്ച് മണിക്കൂറിട്ട് ബോട്ട് വലിച്ച ഒരു വലയാണ് ഇപ്പം നമുക്ക് എടുക്കുന്നത്. ആ വല കൊണ്ടുവന്ന് പൊട്ടിച്ചിടുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. 5 മണിക്കൂറോളം വലിച്ചൊരു വലയാണത്. അതിൽ കിട്ടിയ ചരക്കാണത്. അങ്ങനെ 5 ദിവസത്തോളം മാറിയും തിരിഞ്ഞും വല വലിച്ചിട്ടാണ് നമ്മൾ കരയ്ക്ക് വരുന്നത്. വള്ളത്തിൽ പോകുന്നത് പോലെ അല്ല ബോട്ടിൽ പോകുന്നത്. ബോട്ടിലെന്ന് പറയാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു കരയ്ക്ക് വരുമ്പോൾ, വള്ളത്തിലാണെങ്കിൽ വെളുപ്പിന് പോയി വൈകിട്ടുള്ളിൽ തിരിച്ച് കരയ്ക്ക് വരും. ഈ 5 ദിവസം എന്ന് പറയുമ്പോൾ കരയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ആകപ്പാടുള്ള കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ വയർലെസ് വഴി ഞങ്ങളുടെ കരയ്ക്കുള്ളവർക്ക് ബന്ധപ്പെടാൻ പറ്റുമെന്നെങ്കിലും ഉള്ളൂ. കൂടുതലും വയർലെസ് യൂസ് ചെയ്യുന്നത് കടലിലെ മറ്റുള്ള പണികളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ വലയിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കടൽ ചൊറിയൊക്കെ ഉണ്ട്, എന്നല്ലാതെ വലിയ കുഴപ്പമില്ലാത്ത മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീൻ എത്രയും പെട്ടെന്ന് തിരിഞ്ഞ് ഐസ് ചെയ്യുക എന്നുള്ള അടുത്ത ജോലി. ഇത് കഴിഞ്ഞ് നമ്മൾ കരയ്ക്കോട്ട് ബോട്ട് പോവുകയാണ്. തിരിച്ച് 5 ദിവസം കഴിഞ്ഞ് കരയ്ക്ക് 6ാമത്തെ ദിവസം രാവിലെ കരയ്ക്കോട്ട് ബോട്ട് വരുന്നതാണ്. ഈ ബോട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് കച്ചവടം ഉള്ളത്. നീണ്ടര ഹാർബറിലാണ് നമ്മൾ ബോട്ട് കയറിയത്. പിറ്റേ ദിവസം രാവിലത്തെ ഹാർബറിലെ കച്ചവടവും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബോട്ടിൽ നിന്ന് മീൻ ഇറക്കുന്ന കുറച്ച് ഭാഗങ്ങളും കൂടെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മീൻ വീണ്ടും ഒന്നും കൂടെ വെള്ളത്തിൽ കഴുകി കൊടുക്കേണ്ട ജോലി നമ്മുടേതാണ്. കൂടുതലും കിട്ടിയത് കണവയാണ്. എല്ലാ ബോട്ടുകാർക്കും കണവയാണ് ഹാർബർ കൂടുതലായിട്ട് വന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം പണി എല്ലാ ബോട്ടുകാർക്കും ഉണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കണവയ്ക്ക് വിലയും ഉണ്ട്, കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഭംഗിയായിട്ട് തന്നെ ഈ പ്രാവശ്യത്തത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കണവയും തന്നെ 2-3 രീതി തിരിഞ്ഞ് മാറ്റിയിട്ടേ തൂക്കത്തുള്ളൂ. കാരണം വലിപ്പം കൂടിയത് ഫസ്റ്റ് ക്വാളിറ്റി അങ്ങനെയൊക്കെ മാറ്റും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് തേർഡ് ക്വാളിറ്റി ആയിട്ടൊക്കെ മാറ്റുന്നുണ്ട്. ഈ കിടക്കുന്നൊക്കെ അത്യാവശ്യം ഫസ്റ്റ് ക്വാളിറ്റി കണവകളാണ്. അത് അവിടെ ഹാർബറിൽ തന്നെ ഇതിനെ തിരിയാൻ വേണ്ടി പെണ്ണുങ്ങളുണ്ട്. അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞ് തരുകയും ചെയ്യും. അവർക്ക് അതിൻ്റെ കൂലി കൊടുത്താൽ മതി. അല്ലാതെ ബോട്ടിൽ ഇത് തിരിയുന്നവരുമുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ബോട്ടുകാർ പണിക്ക് പോയി മീൻ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ടിൽ പണിക്ക് പോയി 4-5 ദിവസം കഴിഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ അത് ഫുള്ളായിട്ടുള്ള എടുക്കാൻ പറ്റില്ല. കാരണം ഞാനും ഇതിലൊരു പണിക്കാരനായിട്ട് നിൽക്കുകയായിരുന്നു, എനിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ എന്നെ കഴിയുന്ന കുറച്ച് വീഡിയോകളൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് വീണ്ടും ഒരു ദിവസം വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തുപോലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. എന്തുപോലെ നിങ്ങൾ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.